Once again, all of you, welcome back to my YouTube channel. My name is Adira. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് ആതിര. So today we are going to discuss about a new topic, decomposition reaction. അപ്പം ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ്റെ സെക്കൻഡ് ആണ് decomposition reaction എന്ന് പറയുന്നത്. So our topic is decomposition reaction. So decomposition means എന്താണ്? ബ്രേക്ക് ഡൗൺ ആവുക അല്ലെ? Decomposition means എന്താണ്? ബ്രേക്ക് ഡൗൺ ആവുക. The same thing is happening here. അത് തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത്? സംഭവിക്കുന്നത്. അപ്പം റിയാക്ടന്റ് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിമ്പിൾ പ്രോഡക്ട്സ് ആയിട്ട് മാറുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? ഡീകോമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയാൻ സാധിക്കും. A single reactant break down to form two or more products are known as decomposition reaction. Okay, once again, a simple reactant, otherwise a single reactant break down to form simple substances are known as decomposition reaction. അപ്പം ഒരൊറ്റ റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് രണ്ടോ അതിൽ കൂടുതലോ പ്രോഡക്ട്സ് ആയി മാറുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡീകോമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയാം. Then what's the general equation of decomposition reaction? AB gives A plus B. AB gives A plus B is the general equation of decomposition reaction. അപ്പം എ ബി എന്നത് എന്താണ് ഇവിടുത്തെ? റിയാക്ടന്റ് ആണ്. എ ബി എന്താണ് ഇവിടുത്തെ? റിയാക്ടന്റ്. അപ്പം എ പ്ലസ് ബി എന്താണ്? പ്രോഡക്ട്സ്. അപ്പം എ പ്ലസ് ബി ഇവിടുത്തെ എന്താണ്? പ്രോഡക്ട്സ് ആണ്. അപ്പം എത്ര റിയാക്ടന്റ് ഉണ്ട്? ഒരു റിയാക്ടന്റേ ഉള്ളൂ അല്ലെ? ഒറ്റ റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എത്ര പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്? ഒന്ന്, രണ്ട് പ്രോഡക്റ്റ് കിട്ടും. അപ്പം സിംഗിൾ റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് രണ്ടോ അതിൽ കൂടുതലോ പ്രോഡക്ട്സ് ഒക്കെ വരാം. അതിന് നമുക്ക് എന്താന്ന് പറയാം? ഡീകോമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. FeSO4. FeSO4 എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? FeSO4 മീൻസ് അയൺ സൾഫേറ്റ്. നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് ഡീകോമ്പോസിഷൻ റിയാക്ഷനിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതാണ്. ഹീറ്റ് ചെയ്യണം. എന്തിനെ? ഈ FeSO4 നമുക്കൊന്ന് ഹീറ്റ് ചെയ്യണം. അപ്പം ഇപ്പൊ ഇവിടെ എത്ര റിയാക്ടന്റ് ഉണ്ട്? ഒറ്റ റിയാക്ടന്റ് അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യണം. അപ്പൊ എന്താണ് ഇതിന്റെ കളർ എന്ന് വെച്ചാല് ലൈറ്റ് ഗ്രീൻ. ഓക്കെ, ബിഫോർ ദ റിയാക്ഷൻ ദ കളർ ഈസ് ലൈറ്റ് ഗ്രീൻ. ഇതിന്റെ നിറം എന്ന് പറയുന്നത് ലൈറ്റ് ഗ്രീൻ. എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? ഹീറ്റ് ചെയ്യാൻ. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കുക? ഈ ഗീസിൽ നമുക്ക് ഹീറ്റ് എന്ന് കൊടുക്കണം. ഓക്കെ, we need to heat ferrous sulfate. Then the products are ferric oxide, Fe2O3 plus sulfur dioxide plus sulfur trioxide. These are the products. അപ്പൊ നമ്മൾ ഈ FeSO4 മീൻസ് അയൺ സൾഫേറ്റിനെ ഒന്ന് അല്ലെങ്കിൽ ഫെറസ് സൾഫേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് ഫെറിക് ഓക്സൈഡും സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും. അപ്പം ബിഫോർ ദ റിയാക്ഷൻ അതിന്റെ നിറം എന്തായിരുന്നു? ലൈറ്റ് ഗ്രീൻ. കിട്ടിയ പ്രോഡക്റ്റിൽ ഈ ഫെറിക് ഓക്സൈഡിന്റെ നിറം എന്ന് പറയുന്നത് ബ്രൗൺ യെല്ലോ ആണ് കേട്ടോ. ബ്രൗൺ യെല്ലോ ആണ് എന്തിന്റെ നിറം? ഈ ഫെറിക് ഓക്സൈഡ്. ഇതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സോളിഡ് ആണ്. ഇനി SO2ഉം SO3യും എന്താണ്? ഗ്യാസ് ആണ്. അപ്പൊ അതിന്റെ സ്റ്റേറ്റ് എന്തായിരിക്കണം? ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഇതിന്റെ രണ്ടിനും എന്തില്ല? കളറില്ല. കളർലെസ് ഗ്യാസുകൾ ആണ്. അപ്പം എത്ര റിയാക്ടന്റ് ഉണ്ടായിരുന്നു? ഒരൊറ്റ റിയാക്ടന്റ് ആണ്. അതായത് സിംഗിൾ റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എത്ര പ്രോഡക്ട്സ് ഉണ്ട് ഇവിടെ? 3 പ്രോഡക്ട്സ്. അപ്പം രണ്ടോ അതിൽ കൂടുതലോ പ്രോഡക്ട്സ് വരാം അല്ലെ? അപ്പൊ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡീകോമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയാം. പക്ഷേ ഇവിടെ എന്ത് കൊടുത്തപ്പോഴാണ് ഈ ഡീകോമ്പോസിഷൻ നടന്നത്? ഹീറ്റ് അങ്ങോട്ട് കൊടുത്തിട്ടാണ്. മീൻസ് ദർ ഈസ് നീഡ് ഓഫ് എനർജി. ഹിയർ വി നീഡ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഇവിടെ എന്ത് വേണം? എനർജി ആവശ്യമുണ്ട്. ഏത് ഫോമിലാണ് എനർജി നമ്മൾ സപ്ലൈ ചെയ്തത്? ഹീറ്റ് എന്ന ഫോമിലാണ് എനർജി സപ്ലൈ ചെയ്തത്. സച്ച് ഡീകോമ്പോസിഷൻ റിയാക്ഷൻസ് ആർ കോൾഡ് തെർമൽ ഡീകോമ്പോസിഷൻ. ഇപ്പൊ ഡീകോമ്പോസിഷൻ നടക്കണമെങ്കിൽ ഹീറ്റ് കൊടുക്കണം. അങ്ങനെ വരുന്ന ഡീകോമ്പോസിഷൻ നമ്മൾ പറയുന്ന പേരാണ് തെർമൽ ഡീകോമ്പോസിഷൻ. ഒരു സിംഗിൾ റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് രണ്ടോ അതിൽ കൂടുതലോ പ്രോഡക്ട്സ് ആവുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? ഡീകോമ്പോസിഷൻ എന്ന് പറയാം. എ സിംഗിൾ റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ടു ഫോം 2 or more products are known as decomposition reaction. In this reaction, the reactant need energy in the form of heat. Such decomposition reactions are called thermal decomposition. Such decomposition reactions are called thermal decomposition. Then അപ്പം ഇത് എന്തായിരുന്നു? ഡീകോമ്പോസിഷൻ. ഒറ്റ റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് രണ്ടും അതിൽ കൂടുതലും പ്രോഡക്ട്സ് ഒക്കെ ആയിട്ട് മാറി. അതുകൊണ്ട് അത് എന്താണ്? ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ആണ്. അപ്പം ഇനി
നമ്മൾ എടുക്കാൻ പോകുന്നത് മഗ്നീഷ്യം കാർബണേറ്റ് MgCO3. ഓക്കെ, MgCO3. അപ്പം Mg എന്ന് പറയുമ്പം മെറ്റൽ ആണോ നോൺ മെറ്റൽ ആണോ? Mg മഗ്നീഷ്യം അതെന്താണ്? ഒരു മെറ്റൽ ആണ്. അവിടെയും എന്താണ്? ഡീകോമ്പോസിഷൻ തന്നെയാണ്. നമ്മളിവിടെ കൊടുക്കുന്ന എന്താണ്? ഹീറ്റ്. അപ്പൊ തെർമൽ ഡീകോമ്പോസിഷൻ ആണ്. അപ്പൊ നമ്മൾക്ക് ഒരു ജനറൽ ഇക്വേഷൻ ഒന്ന് ബൈഹാർട്ട് ചെയ്യണം. മെറ്റൽ കാർബണേറ്റിന്റെ ഡീകോമ്പോസിഷൻ ആണ് നടക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയായിരിക്കണം? മെറ്റലിന്റെ ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും. ഓക്കെ, ഡീകോമ്പോസിഷൻ മെറ്റൽ കാർബണേറ്റിന്റെതാണെങ്കിൽ കിട്ടുന്ന പ്രോഡക്ട്സ് എന്തായിരിക്കും? മെറ്റൽ ഓക്സൈഡും. ആ ജനറൽ ഇക്വേഷൻ ഒന്ന് പറയാം. മെറ്റൽ കാർബണേറ്റിന്റെ ആണ് ഡീകോമ്പോസിഷൻ എങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ഒക്കെ എന്തായിരിക്കണം? മെറ്റലിന്റെ ഓക്സൈഡ് പ്ലസ് എന്ത് വരണം? കാർബൺ ഡയോക്സൈഡ്. ഇത് എന്താണ്? ഒരു ജനറൽ ഇക്വേഷൻ ആണ്. ഡീകോമ്പോസിഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ് എന്നതിന്റെ ജനറൽ ഇക്വേഷൻ ആണ് എന്ത്? കിട്ടുന്ന പ്രോഡക്ട്സ് എന്തായിരിക്കും? മെറ്റൽ ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റൽ കാർബണേറ്റ് ഏതാണ്? മഗ്നീഷ്യം കാർബണേറ്റ്. അപ്പം ഇവിടുത്തെ മെറ്റൽ ഏതാ? മഗ്നീഷ്യം. അപ്പൊ എന്തിന്റെ ഓക്സൈഡ് ആയിട്ടുണ്ടത്? മഗ്നീഷ്യത്തിന്റെ ഓക്സൈഡ്. മഗ്നീഷ്യം Mg, ഓക്സൈഡ് MgO പ്ലസ് നമുക്കൊരു ഗ്യാസ് വേണമല്ലോ. ഏതാണത്? കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഒരു മെറ്റൽ കാർബണേറ്റിന്റെ ഡീകോമ്പോസിഷൻ ആണ് നടക്കുന്നതെങ്കിൽ കിട്ടുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയായിരിക്കും? മെറ്റൽ ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് പറയാമോ? കാൽസ്യം കാർബണേറ്റ് അതിന്റെ ഡീകോമ്പോസിഷൻ ആണ്. ഇവിടുത്തെ മെറ്റൽ ഏതാണ്? കാൽസ്യം അല്ലെ? കാൽസ്യം. അതിന്റെ ഓക്സൈഡ് കാൽസ്യം ഓക്സൈഡ് പ്ലസ് എന്ത് വരണം? കാർബൺ ഡയോക്സൈഡ്. അടുത്ത് നമ്മൾ എടുക്കുന്നു ഫെറസ് കാർബണേറ്റ് FeCO3. അതിന്റെയും എന്താണ്? തെർമൽ ഡീകോമ്പോസിഷൻ. കിട്ടുന്ന പ്രോഡക്ട്സ് എന്തായിരിക്കണം? ഫെറിക് ഓക്സൈഡ് ഫെറസ് ഓക്സൈഡ് FeO പ്ലസ് കാർബൺ ഡയോക്സൈഡ്. അപ്പം മെറ്റൽ കാർബണേറ്റ്സിന്റെ ഡീകോമ്പോസിഷൻ ആണ് നടക്കുന്നതെങ്കിൽ കിട്ടുന്ന പ്രോഡക്ട്സ് ആ മെറ്റലിന്റെ ഓക്സൈഡും കാർബൺ ഡയോക്സൈഡ് ഗ്യാസും ആയിരിക്കും. അപ്പം ജനറൽ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യുക. എന്താണ് ജനറൽ ഇക്വേഷൻ? മെറ്റൽ കാർബണേറ്റ് ഗീവ്സ് മെറ്റൽ ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ആണ്. എന്തായിരുന്നു ഡീകോമ്പോസിഷൻ എന്ന് വെച്ചാൽ എ സിംഗിൾ റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ടു ഫോം 2 or more പ്രോഡക്ട്സ് ആർ നോൺ ആസ് ഡീകോമ്പോസിഷൻ റിയാക്ഷൻ. ഒരു സിംഗിൾ റിയാക്ടന്റ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 2 അതിൽ കൂടുതലോ പ്രോഡക്ട്സ് ഉണ്ടാവുന്നെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഡീകോമ്പോസിഷൻ എന്ന് പറയാം. ദെൻ ഇഫ് ദർ ഈസ് നീഡ് ഓഫ് എനർജി, അവിടെ നീഡ് ഓഫ് എനർജി ഉണ്ട്. If we supply the energy in the form of heat, then such decomposition reactions are called thermal decomposition. അവിടെ എനർജി വേണം. നമ്മൾ ആ കൊടുക്കുന്ന എനർജി ഹീറ്റ് എന്ന ഫോമിലാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ഡീകോമ്പോസിഷൻ എന്ന് പറയാം? തെർമൽ ഡീകോമ്പോസിഷൻ എന്ന് പറയാം. ഓക്കെ, തെർമൽ ഡീകോമ്പോസിഷൻ. അപ്പൊ തെർമൽ ഡീകോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വേണം? ഹീറ്റ് വേണം. അതിനെ നമ്മൾ എന്താന്ന് പറയുന്നത്? തെർമൽ ഡീകോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി ഈ തെർമൽ ഡീകോമ്പോസിഷൻ ഒരു മെറ്റൽ കാർബണേറ്റിന്റെതാണ് നടക്കുന്നതെങ്കിൽ കിട്ടുന്ന പ്രോഡക്ട്സ് ഉറപ്പായിട്ടും എന്തായിരിക്കും? മെറ്റലിന്റെ ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമാണ്. അങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യം കാർബണേറ്റിന്റെ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ ഒരു സിമ്പിൾ ടോപ്പിക് ആണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതിന്റെ കുറച്ച് ബാലൻസ് പോർഷൻ ഉണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്